പഠിക്കാനുള്ളതൊക്കെ വേഗം ഒന്നും കൂടി വായിക്കി, പെട്ടെന്ന് മനസ്സിലാവും കേട്ടാ. അമ്മേ, ഇംഗ്ലീഷ് ബുക്കിംഗ് എടുത്തേ, വായിക്കുന്നത് ശരിയാ നോക്കണേ. നീ തന്നെ അങ്ങ് വായിക്കും മോനെ. നോക്കമ്മേ. ഒന്ന് പോ മോനെ. നീ ഫോണിനെ വാങ്ങണ, പഠിക്കുന്നൊന്നുമില്ല. നീ ഫോൺ കണ്ടാലെങ്ങനെയാ പഠിച്ചു വലുതാണ്ട? ഏത് തന്നെ ഫോൺ വേണമെങ്ങനെ ബുക്കെടുത്ത് പഠിച്ചേനെ? ചിരിച്ചില്ല പറയണ്ട. പോയി പഠിച്ചേനെ, ബുക്കെല്ലാം പഠിച്ചേനെ. കുറച്ച് കഴിഞ്ഞ് പഠിക്കാനാ? കുറച്ച് കഴിഞ്ഞ് പഠിച്ചാൽ എത്ര നേരമായി കുറച്ച് കഴിഞ്ഞ് പഠിക്കാന്ന് പറയുന്നേ. നമുക്ക് നമ്മളെ മക്കളെ പഠിപ്പിക്കൊന്നും വേണ്ട. ഇന്നത്തെ കാലം ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ ഭയങ്കരമാണ്. അറിയാം, പക്ഷെ പറഞ്ഞിട്ടെന്താ, നമ്മളെ വരുമാനത്തിനനുസരിച്ചിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇംഗ്ലീഷ് മീഡിയം പഠിച്ചാൽ അതിൻ്റേതായ ഇംഗ്ലീഷ് ഉണ്ടാവും. നമ്മളോ ഇങ്ങനെ ആയിപ്പോയി. ഇനി നമ്മളെ മക്കളെങ്കിലും നല്ല നിലയിലാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമില്ല? ആഗ്രഹമുണ്ട്. നമുക്ക് ലോൺ അടക്കണം, വീട്ടിൽ ഗ്യാസ് നടക്കണം, പോരാനിട്ട് പൊറി പാറ്റി, ഇതൊക്കെ മാസത്തിലെ വരുമാനം. നമുക്കൊരു ദിവസം 1000 റുപ്യ കിട്ടിയാൽ എന്തിനൊക്കെ ഉള്ളത്. എടാ, ഹോംവർക്ക് ഒന്നും ചെയ്യുന്നില്ല എന്ന് ടീച്ചർ കണ്ടപ്പോൾ പറഞ്ഞല്ലോ. എന്താടാ ഹോംവർക്ക് ഒന്നും ചെയ്യാതെ നീ ക്ലാസ്സിൽ ചെല്ലുന്നത്? ഓ, മറന്നു പോയല്ലേ? മറവിക്കുള്ള മരുന്ന് ഞാൻ തരാം. ഇവിടെ 2 കൈയും ചെവിയില്. അങ്ങനെ നിന്നോളണം, അനങ്ങിപ്പോയത്. പോയി അകത്ത് നിന്ന് പഠിക്കടാ. ഉറക്കെ വായിക്കണം. ഞാനിവിടെ കേൾക്കണം വായിക്കുന്നത്, കേട്ടാ? ടീച്ചർ ഒരു ഫോം ഫില്ല് ചെയ്യാൻ തന്നപ്പോൾ അമ്മ നാണം കെട്ടുപോയി. എല്ലാവരും അമ്മയെ നാണം കെടുത്തു. അവർ ഒരുപാട് കളിയാക്കി എന്നെ. അമ്മേ, അത് സാരമില്ല. അമ്മ എന്താ പഠിക്കാറുള്ളത്? വായിക്കാൻ അറിയില്ലേ? ഇല്ല മോനെ, നമുക്ക് മലയാളം മാത്രമേ വായിക്കാൻ അറിയുള്ളൂ. അതും ഇത്തിരി. വേറെ ഒന്നും അറിഞ്ഞുകൂടാ വായിക്കാൻ. ഞാനൊരു കാര്യം പറഞ്ഞ അമ്മ എന്നെ തല്ലുമോ? ഇല്ലടാ മോനെ, പറയൂ. പറയുമോ? ഇല്ല, സത്യം. അമ്മയെ ഞാൻ പഠിപ്പിച്ചോളാം. അമ്മ ഒരു മണ്ടൂസാണ് മോനെ. അമ്മയ്ക്ക് പഠിക്കാനൊക്കെ കഴിയുമോ? അതൊക്കെ ഞാൻ ഏറ്റു. അമ്മയെ ഞാൻ പഠിപ്പിച്ചെടുക്കും വേഗം. ശരി മോനെ. നാളെ മുതൽ അമ്മയ്ക്ക് ഞാൻ ക്ലാസ് തുടങ്ങും. ശരി മോനെ. നാളെ മുതൽ അമ്മയുടെ ടീച്ചർ ഞാൻ. ശരി ടീച്ചറേ, ഒന്ന് കിടന്ന് ഉറങ്ങിയാട്ടെ. മോനെ അമ്മയെ എല്ലാം പഠിപ്പിച്ചെടുക്കുമോ മോനെ? പിന്നെ അല്ലാതെ. പിടിക്കി. മകനെ, അമ്മയോട് മറന്നുപോയി ഹോംവർക്ക് ചെയ്യാൻ. പോയല്ലേ? മറവിക്കുള്ള മരുന്ന് ഞാൻ തരാം. A B B C C D D E E F വീണ്ടും തെറ്റിക്കുന്നു. പറഞ്ഞ ഇവിടെ വാ.
ഇറങ്ങിപ്പോ അങ്ങനെ തന്നെ നിന്നോളണം. ബി സി സി ഡി ഡി ഇ ഇ എഫ് ഇങ്ങനെയല്ല. ജെ. അമ്മേ റൂം പോയി വേഗം എഴുതി പഠിച്ചു. അവിടെ കേൾക്കണോ? ആ മോനെ പഠിക്കാം. എഴുതുന്നില്ലേ? നാം ഇവിടെ കേൾക്കുന്നില്ല. വായിക്കുന്നില്ലേ? കേൾക്കുന്നില്ല. ബി സി ഡി എഫ് ജി. ഇന്നലെ എന്നെ റൂമിലിട്ട് പഠിപ്പിച്ചത്. ഈ സമയത്ത് സീരിയൽ കാണണ്ട, അവർക്കുള്ള ശിക്ഷയാണ്. അവിടെ ഇരുന്ന് പഠിച്ച ഞാൻ ഇവിടെ ഇരുന്ന് TV കാണട്ടെ. ബി സി ഡി എഫ്. എനിക്കത് പറയുമ്പോ നാളെ പഠിക്കാം. അമ്മേ അമ്മേ, ഞാൻ അടിച്ചത് നമുക്ക് വിഷമമായോ? ഇല്ല മോനെ, നമ്മൾ പഠിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇല്ല മോനെ, നമുക്ക് വിഷമമൊന്നുമില്ല. ഞാൻ പഠിക്കാതിരിക്കുമ്പോൾ അമ്മ എന്നെ വഴക്കൊന്നുമില്ലേ? തെറ്റി നമുക്ക് മനസ്സിലായല്ലോ. എ എ ബി ബി സി സി ഡി ഡി ഇ ഇ എഫ് എഫ് ജി എച്ച് എച്ച് ഐ ഐ എച്ച് ഐ ഇത് എച്ച് ഐ ജെ അല്ല. എം എം എൻ എൻ ഓ O പി P ക്യൂ Q ആർ R എസ് S ടി T യു U വി V വൈ എക്സ് X വൈ Y സെഡ്. Z നീ മറന്നു പോവോ? എം എം M എൻ N ഓ O പി P ക്യൂ Q ആർ R എസ് S ടി T യു. സ്കൂളിൽ നമ്മളെ കുറവാക്കും. നല്ലോണം പഠിച്ചോളൂ കേട്ടോ. മോനെ, ഞാനെല്ലാം പഠിച്ചില്ലേ? B for ball, C for cat, D for dog. This is a cat. എനിക്കെല്ലാം ഒരുവിധം കഴിയുന്നുണ്ട് കേട്ടോ. ഞാനെല്ലാം പഠിച്ചെടുക്കും. That is a dog. എൻ്റെ മോളെ നന്നായിട്ട് പഠിപ്പിച്ചു കേട്ടോ. അങ്ങനെ പഠിപ്പിച്ചു. നന്നായിട്ട് പഠിക്കാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ. ഇംഗ്ലീഷ് ഞാൻ ഒരുപാട് പഠിച്ചു ഇപ്പോൾ. E F G H I J K L M N Q R S സേ cat say dog
മോനെ ഞാൻ എല്ലാം പഠിച്ചു മോനെ. ഇതാ നോക്ക്. Cat. D. Dog. This is a cat. ഞാനിപ്പോൾ എല്ലാം വായിക്കും മോനെ. നമ്മൾക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ ആരും എന്തായാലും പഠിക്കും.